ഹലോ ഗൈസ്, നമസ്കാരം. എന്താണ് റീസൺ? എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, എല്ലായിടത്തും പൊതു ചർച്ച നടക്കുന്നത് ഹ്യൂമൻ ഇൻവോൾവ് ആയിട്ടുള്ള മാനുഷികമായിട്ടുള്ള കാരണത്താൽ ഉണ്ടായ ലാൻഡ് സ്ലൈഡുകൾ, അഥവാ നമ്മുടെ ഇപ്പോൾ വയനാട്ടിലെ ഉരുൾപൊട്ടൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതിനെല്ലാം കാരണം മനുഷ്യന്റെ പ്രകൃതി ചൂഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട്, കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾ, അതുപോലെ മറ്റ് പല കാര്യങ്ങളും, ഇതിനെല്ലാത്തിനും കാരണം മനുഷ്യന്റെ തന്നെ പിടിപ്പുകേട്, ചൂഷണം, ഇതൊക്കെ തന്നെയാണെന്നുള്ളൊരു വലിയ രീതിയിലൊരു വർത്തമാനം വരുന്നുണ്ട്. ആ ഒരു നെറേറ്റീവ് ശരിക്കും ശരിയാണോ? അതോ അതിനുമപ്പുറം എന്താണ് ശരിക്കും ഇങ്ങനൊരു ലാൻഡ് സ്ലൈഡ് നടക്കാനുള്ള കാരണം? ഒരു ബേസിക് ഒരു ഐഡിയ തരിക എന്നുള്ളത് മാത്രമാണ് എന്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇപ്പൊ ഇതിനെക്കുറിച്ച് ഡോക്ടർ വി അംബ്ലി, ഡെപ്യൂട്ടി ഡയറക്ടർ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ, അവർ സംസാരിക്കുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു ഐഡിയ കിട്ടും. അതിനുശേഷം ബാക്കിയുള്ള കാര്യം വിശദമായിട്ട് നമുക്ക് നമ്മുടെ സൈഡിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ സംസാരിച്ച് പോകുമ്പോൾ കുറച്ചുകൂടെ വ്യക്തത നിങ്ങൾക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം അവർ പറയുന്നത് നമുക്ക് കേൾക്കാം. കണ്ടിന്യൂസ് റെയിൻ. ഇപ്പം ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ മഴ പെയ്തെങ്കിലും 2 ദിവസം ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഇറ്റ് വിൽ ജസ്റ്റ് സീപ്പ് ഔട്ട്. അത് ആ വഴിയിൽ അത് പൊയ്ക്കോളും. പക്ഷെ അതിനുള്ളൊരു ടൈം കൊടുക്കാതെ ഇഫ് ഇറ്റ് ഇസ് കണ്ടിന്യൂസ്ലി റെയിൻ ഇറ്റ് ബിക്കം സാച്ചുറേറ്റഡ്. നമ്മൾ ബലൂണിൽ വെള്ളം നിറയ്ക്കുന്ന പോലെ തന്നെയാണ്. വെള്ളം അത് ഹോൾഡ് ചെയ്ത് നിൽക്കും. ആൻഡ് ഓൺ സം ടൈം ഇറ്റ് കാനോട്ട് ഹോൾഡ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ബേസ്റ്റ്. ആൻഡ് ദാറ്റ് ബേസ്റ്റ് ഇസ് ഡിസാസ്ട്രസ്. അപ്പൊ ഈ റോക്കിനകത്തുള്ള ഈ ഫ്രാക്ചേഴ്സിനകത്തൂടെ വെള്ളം ഹോൾഡ് ചെയ്ത് കഴിയുമ്പം റോക്ക് വീഴുക എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ആ ഒരു ബ്ലാസ്റ്റിംഗ് ആണത്. ശരിക്കും നമ്മൾ തമര് വെച്ച് പൊട്ടിക്കുന്ന അതേ ഒരു ഫീൽ ആയിരിക്കും ആ റോക്കിൽ വരുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് നിറച്ചും ആംഗുലർ ആയിട്ടുള്ള റോക്ക് പീസസ് എല്ലാം മേളിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ ബോത്ത് ദീസ് തിങ്സ് ഹസ് ഹാവ് ആക്ടഡ്. അല്ല, ഇവിടെ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ല. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഇഫ് ഐ ആം ടെല്ലിംഗ്, ഈ ഒരു മലയുടെ ഈ ഒരു പ്രദേശത്ത് ഹ്യൂമൻ ഇന്റർവെൻഷൻ അല്ല ഈ സ്ലൈഡിന്റെ ഒരു റീസൺ. പിന്നെ യെസ്, ഹ്യൂമൻ ഇന്റർവെൻഷൻ. നമ്മുടെ മനുഷ്യന്റെ ചൂഷണം, പ്രകൃതി ചൂഷണം, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോ എന്താ പറയാ, അത് എടുത്തു പറയാനുള്ള കാര്യം, ഈ ക്വാറി, അതുപോലെ തന്നെ മറ്റു ഖനനങ്ങൾ, അതോടൊപ്പം തന്നെ വനനശീകരണം, ഇങ്ങനെ കയ്യേറ്റം, ഇങ്ങനെ തുടങ്ങിയ പലതരത്തിലുള്ള മനുഷ്യന്റെ അധിനിവേശം, അങ്ങനെ എന്തെങ്കിലും കാരണത്താലാണോ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതെന്നുള്ള ചോദ്യത്തിന് അവർ വ്യക്തമായ മറുപടി കൊടുക്കുന്നു. അല്ല, ഹെവി റെയിൻ ആണ്, നിർത്താതെ പെയ്ത മഴയാണ്. ആ മഴ ബലൂണിനുള്ളിലേക്ക് വെള്ളം നിറച്ചാൽ, അതിൽ അളവിൽ കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ അത് ബലൂൺ പൊട്ടിത്തെറിക്കുന്നത് പോലെ തന്നെ പാറയ്ക്കുള്ളിലേക്ക് വരുന്ന വെള്ളവും അതും പൊട്ടിത്തെറിച്ച് വളരെ വലിയൊരു ബേസ്റ്റ് സംഭവിക്കും എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ, കുറെ നാളുകൾ കൊണ്ട് ഇന്റർനാഷണൽ ന്യൂസ് കേൾക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും, നമ്മുടെ മാറിയ കാലാവസ്ഥയെക്കുറിച്ചും, കാലാവസ്ഥാ വ്യതിയാനത്തിനെ കുറിച്ചും ഒരുപാട് മുന്നറിയിപ്പുകൾ ഐക്യരാഷ്ട്ര സഭയുടെ കീഴിൽ തന്നെ നമുക്ക് പല സമയങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ പല ഉച്ചകോടികളിലും കേട്ട കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ വെറും ഇതൊക്കെ ഒരു അവിടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ എന്ന് നമ്മൾ കേട്ട് തള്ളുന്നതിനപ്പുറം, നമ്മുടെ ഈ ലോകത്തിനെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് കാലാവസ്ഥയ്ക്ക് വന്ന ചേഞ്ചാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം. അതുകൊണ്ട് തന്നെ കടലുകളുടെ കടലാക്രമണത്തിന്റെ രൂക്ഷത വരും. അതോടൊപ്പം തന്നെ മഴയുടെ അളവ് മാറുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം പല രീതിയിൽ നമ്മുടെ ഉണ്ടായിരുന്നത് ഇല്ലാതാവുന്നു, ഇല്ലാത്ത പല കാര്യങ്ങളും പുതുതായിട്ട് ഉണ്ടാക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ്. ഇത് ഒരു ഫാക്റ്റാണ്. അതായത് ഹെവി റെയിൻ ആണ് അന്ന് നമ്മുടെ ഈ മുണ്ടക്കയിലടക്കം, ചൂരൽമല അടക്കം എല്ലാ പ്രദേശങ്ങളും കൊണ്ടുപോകാനുള്ള ഒരു കാരണത്തിന്റെ അടിസ്ഥാന കാരണം അവിടെ ഹെവി റെയിൻഫോൾ ആണ്. അതിനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ ആൾക്കാര് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്, നമ്മുടെ ഇങ്ങനെ പല റിപ്പോർട്ടുകൾ, മറ്റുള്ള പല കാര്യങ്ങളൊക്കെ പ്രകൃതി ചൂഷണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാൻമെയ്ഡ് ആണ്, ഇതൊക്കെ മനുഷ്യനിർമ്മിതമായിട്ട് സംഭവിച്ചതാണെന്നൊക്കെ ഉള്ളൊരു പറയുമ്പോൾ വളരെ ബാലിശമായിട്ടുള്ള അബദ്ധജടിലമായിട്ടുള്ള കാര്യമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഇങ്ങനെയുള്ള ദുരന്തം നടക്കുന്ന സ്ഥലത്ത് ഇത്രമാത്രം ആൾക്കാരുടെ കൂട്ടക്കുരുതി നടക്കുന്നു, പ്രകൃതിയുടെ സംഹാര താണ്ഡവം, ഒപ്പം അതിനോടൊപ്പം തന്നെ മരണപ്പെട്ട് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട് വീഴുന്ന ആൾക്കാർ, പ്രകൃതിയുടെ ദുരന്തമാണെങ്കിലും ഇത്രത്തോളം ആൾക്കാർ മരണപ്പെടുന്നു. എന്തുകൊണ്ട് ഇവരെ മാറ്റിപ്പാർപ്പിച്ചുകൂടാ? എന്തുകൊണ്ട് ഇവരെ അതിന്റെ മറ്റ് പല പ്രദേശങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ച് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ താമസിക്കരുത് എന്ന് പറയാനുള്ള ഒരു ഇത് ഉണ്ടാക്കിക്കൂടാ? സോ നിലവിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു എന്ന് പറയുന്നു. അതായത് നമ്മുടെ അമിത്ഷായുടെ ഒക്കെ ഒരു രാജ്യസഭയ്ക്കകത്ത് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. എന്ത് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു? അത് കേരള ഗവൺമെന്റിന്റെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ വന്ന് പറഞ്ഞിരുന്നു. അത് കൊടുത്ത അന്നത്തെ ആ റിപ്പോർട്ടിന്റെ പ്രകാരം ഒരു കാരണവശാലും ഉരുൾപൊട്ടലിനോ അങ്ങനെയുള്ള സാഹചര്യം ഒന്നും കൊടുത്തില്ല. ഗ്രീൻ അലർട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതൊക്കെ അതൊക്കെ കുറെ അധികം രാഷ്ട്രീയമാണ്. നമുക്ക് രാഷ്ട്രീയമല്ല, നമുക്ക് മാനുഷികമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് വരേണ്ടത്. അപ്പം നോക്കേണ്ടത്, നമ്മുടെ കേരളത്തിലെ നിലവിലെ ജനസംഖ്യ ആനുപാതികമായി നമ്മൾ ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അതായത് നമ്മുടെ മുഴുവൻ സ്ട്രക്ചറൽ ആയിട്ടുള്ള നമ്മുടെ ലാൻഡിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ കൂടുതലാണ്.
ടോട്ടൽ ലാൻഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ അകത്ത് 38,863 സ്ക്വയർ കിലോമീറ്റർ ആണ് നമ്മുടെ മൊത്തത്തിലുള്ള ഈ നമ്മുടെ ലാൻഡ് എന്ന് പറയുന്നത്. അതായത് 15,005 സ്ക്വയർ മൈൽസ് എന്ന് പറയും. പോപ്പുലേഷൻ, നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ 2021 ലാസ്റ്റ് സെൻസസിനകത്ത് 2021 എടുത്തതിനകത്ത് അപ്രോക്സിമേറ്റ്ലി 35 മില്യൺ ആണ്. അഥവാ 3.5 കോടി ജനങ്ങൾ നമ്മുടെ കേരളത്തിന്റെ അകത്ത് 2021 കണക്ക് പ്രകാരം 3.5 കോടി ജനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് കേരളത്തിലെ ഫോറസ്റ്റ് ഏരിയ നമുക്ക് എടുക്കാം. അതായത് 11,125 സ്ക്വയർ കിലോമീറ്റർ ആണ് നമ്മുടെ കേരളത്തിന്റെ ഫോറസ്റ്റ് അഥവാ വനമേഖല എന്ന് പറയുന്നത്. അത് ഏതാണ്ട് നമ്മുടെ കേരളത്തിന്റെ മുഴുവൻ മൊത്തം ഘടനയുടെ 28.9, ടോട്ടൽ ലാൻഡിന്റെ 28.9 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ, അഥവാ ഏതാണ്ട് 30% കേരളത്തിന്റെ 30% വന്യജീവികൾക്കും മറ്റുള്ള ഈ ഫോറസ്റ്റ് നമ്മുടെ വനമേഖലയായിട്ട് ഉള്ള പ്രദേശമാണ്. അഥവാ മനുഷ്യന് താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത കാര്യം. അതിനുശേഷമുള്ള സ്ഥലത്താണ് മനുഷ്യവാസമായിട്ടുള്ള യോഗ്യമായ പ്രദേശം വരുന്നത്. അങ്ങനെ വന്നിട്ട് പോലും ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇൻ കേരള എന്ന് പറയുന്നത് 859 പീപ്പിൾ പെർ സ്ക്വയർ കിലോമീറ്റർ. ഒരു സ്ക്വയർ കിലോമീറ്ററിന്റെ അകത്ത് നിലവിൽ നമ്മൾ ഒരു സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ക്വയർ കിലോമീറ്ററിനകത്ത് 859 പേർ എന്നുള്ള അനുപാതത്തിലാണ് കേരളത്തിന്റെ ശരാശരി ജനങ്ങളുടെ തിങ്ങി നെരുങ്ങി നമ്മൾ താമസിക്കുന്നത്. ആലോചിച്ചു നോക്കണം, ഇത്രമാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പോപ്പുലേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുന്നു. ഒരു കുളത്തിൽ ഒരു താമര കൊണ്ടിട്ടു. ആദ്യ ദിവസത്തിൽ ആ ഒരു താമര ആദ്യത്തെ ഒരു മാസം കൊണ്ട് അത് 1 എന്നുള്ളത് 10 മാറി. പിന്നെ അടുത്തൊരു 5 മാസം കൊണ്ട് അത് 10 എന്നുള്ളത് 100 മാറി. പിന്നെ ഉള്ളത് ഒരു 5 മാസം കൊണ്ട് ആ 100 എന്നുള്ളത് ആ കുളം മുഴുവൻ നിറയുന്ന രീതിയിലേക്ക് മാറും. അതാണ് പോപ്പുലേഷൻ. നമ്മുടെ നാട് പോപ്പുലേഷനിൽ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓവർ പോപ്പുലേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 2011 തൊട്ട് 2021 എടുത്താൽ തന്നെയും വളരെയധികം ട്രമൻഡസ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മുടെ പോപ്പുലേഷനിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രത്തോളം ഓവർ ഗ്രോത്ത് പോപ്പുലേഷനിൽ വരുമ്പോൾ നമ്മളൊക്കെ എവിടെ പോയി താമസിക്കും? എവിടെയാണ് പോകേണ്ടത്? നമ്മുടെ ഈ രാജ്യത്ത്, നമ്മുടെ ഈ സംസാരത്തിന്റെ അകത്ത്, നമ്മൾ ഈ ഒരു ടെറിട്ടറിക്കകത്ത് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ അടിസ്ഥാനപരമായിട്ട് കാട്ടിലേക്കും അല്ലെങ്കിൽ നമ്മുടെ വയൽ നികത്തി വീടുകൾ വയ്ക്കുന്നു, വയൽ നികത്തി ഫ്ലാറ്റുകൾ പണിയുന്നു, നമ്മുടെ വികസനത്തിന്റെ ഭാഗമായിട്ട് റോഡുകൾ വരുന്നു, ഈ മറ്റുള്ള പല പല വികസനം വേണം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മുടെ പ്രകൃതിയെ തീർച്ചയായിട്ടും പ്രകൃതിയുടെ പല സന്തുലിതാവസ്ഥ തകർക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ വരുന്നു. ഈ എല്ലാം പോട്ടെ, നമ്മുടെ സമൂഹത്തിന്റെ അകത്ത് ഇപ്പൊ കാണുന്ന ഒരു സംഭവമാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്, കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്നൊക്കെ അലമുറയിട്ട് വിളിക്കുന്നു. കുറച്ച് ദിവസത്തിന് മുമ്പാണ് തിരുവനന്തപുരത്ത് ഡ്രെയിനേജിന്റെ അകത്ത് പെട്ടിട്ടുള്ള ജോയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് ജോയി തന്നെയാണ്, ഓക്കെ, ആ മനുഷ്യൻ കോർപ്പറേഷന്റെ അല്ലെങ്കിൽ റെയിൽവേയുടെ എന്നൊക്കെയുള്ള തരത്തിലുള്ള വാക്ക് തർക്കങ്ങളും വഴക്കും വന്നു, എന്തോ ആയിക്കൊണ്ട് പോട്ടെ, അയാൾ ഒരു ചവറ്റുകൂന, അതായത് ഈ എല്ലാവരാലും നിക്ഷേപിക്കപ്പെടുന്ന വളരെ വലിയൊരു വേസ്റ്റിന്റെ അകത്ത്, മാരകമായിട്ടുള്ള കുമിഞ്ഞുകൂടിയ വേസ്റ്റിന്റെ അകത്ത് പെട്ടാണ് അയാൾ മരണപ്പെട്ടത്, കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊന്നതെന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് അതേ ആൾക്കാർ തന്നെ ആയിരിക്കും ഇന്നിപ്പോ നമ്മുടെ ഈ മുണ്ടക്കൈ ദുരന്തത്തിനെ കുറിച്ച് അല്ലെങ്കിൽ വയനാടിന്റെ ഈ ഒരു വേദനയെ കുറിച്ച് എല്ലാവരും വാദോരാതെ സംസാരിക്കുന്നത്. നിങ്ങളും ഞാനും അടങ്ങുന്ന സമൂഹം തീർച്ചയായിട്ടും ഇതിനകത്ത് എല്ലാത്തിലും കുറ്റവാളികൾ തന്നെയാണ്. ഗ്ലോബൽ വാർമിംഗ് ആണെങ്കിലും, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന ഇതാണെങ്കിലും, നമ്മൾ ഉപയോഗിക്കുന്ന മറ്റുള്ള പല കാര്യങ്ങളും, പിന്നെ വീടുകൾ, നിങ്ങളും ഞാനും ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു വീട് പോലും ഉണ്ടാക്കിയതിന്റെ കല്ലുകൾ വന്നത് എവിടെ നിന്ന്? നിങ്ങൾ പ്രകൃതിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ പോലും നിങ്ങളുടെ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിസ്ഥാനമായ സ്ട്രക്ചർ ചെയ്ത കല്ലുകൾ എവിടെ നിന്ന് വന്നു? സിമന്റ് എവിടെ നിന്ന് വന്നു? എംസാൻഡ് എവിടെ നിന്ന് വന്നു? ഇതിനകത്തുള്ള പല സാധനങ്ങളും മെറ്റീരിയൽ ആയിട്ട് മാറിയിട്ടുള്ളതെല്ലാം എവിടെ നിന്ന് വന്നു? ഇതെല്ലാം കാടുകളിൽ നിന്നും അതുപോലെ തന്നെ വനങ്ങളിൽ നിന്നും പാറകൾ പൊട്ടിച്ചുമൊക്കെ തന്നെ എടുക്കുന്നതാണ്. അതെല്ലാം നമ്മുടെ ധാതുക്കളാണ്. അതൊക്കെ നമ്മുടെ നാച്ചുറലുള്ള സാധനമാണ്, പ്രകൃതി തന്നെ ഉള്ളതാണ്, പ്രകൃതിയിൽ നിന്ന് മനുഷ്യനെടുക്കുന്നതാണ്. മനുഷ്യന് അത് എടുക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. എന്നാൽ അതിന്റെ അമിതമായ ഉപയോഗം കുറയ്ക്കണമെങ്കിൽ നിങ്ങളും ഞാനുമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ സിസ്റ്റം കൊണ്ടുവരാൻ പറ്റുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഫ്ലാറ്റ് സമുച്ചയങ്ങൾ വരുന്നു. ഇപ്പോ എറണാകുളം ആയിക്കോട്ടെ, തിരുവനന്തപുരം ആയിക്കോട്ടെ, മറ്റുള്ള എല്ലാ പ്രദേശങ്ങളും ആയിക്കോട്ടെ, ഫ്ലാറ്റ് സമുച്ചയങ്ങൾ വരുന്നു, കെട്ടിപ്പൊക്കുന്നു, 100 നില കെട്ടിടങ്ങളൊക്കെ, ഇല്ല 20, 30 നില, 50 നില എന്നൊക്കെ പറഞ്ഞു പോകുന്നു. അപ്പൊ ഇതിനകത്തൊക്കെ വരുന്ന എന്തുമാത്രമാണ് ഇതിന്റെ ഖനനം പല പ്രദേശങ്ങളിൽ കൊണ്ടുവരുന്നത്. അപ്പം ഇതെല്ലാം മനുഷ്യൻ പല സ്ഥലങ്ങളിലൂടെയും ഒരു സമയത്ത് ഇരട്ടത്താപ്പിന്റെ വലിയ വക്താക്കളായിട്ട് നമ്മൾ ഒരു മനുഷ്യ സ്നേഹം, പ്രകൃതി സ്നേഹം ഒക്കെ പറയും. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പറയും, കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് പറയും. ഇതെല്ലാം പറയുന്നത് തന്റെ ശീതളിമയിൽ തന്റെ എല്ലാ തരത്തിലുള്ള സുഖങ്ങളും പ്രകൃതിയിൽ നിന്ന് ഊറ്റിയെടുത്ത് അനുഭവിച്ചതിന് ശേഷം മാത്രം വലിയ വർത്തമാനം പറയും.
പ്രകൃതിക്ക് വേണ്ടിയിട്ട് ഒരു ചെടി പോലും, ഒരു മരത്തൈ പോലും, ഒരു വൃക്ഷത്തൈ പോലും വയ്ക്കാത്തവൻ വന്നു കടന്ന് വർത്തമാനം പറയും. തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ പൊതു സ്ഥലത്ത് എന്താണ് വേസ്റ്റ് വലിച്ചെറിയുന്നവൻ പറയും അത് നിങ്ങൾ ഒരു കാരണവശാലും പ്രകൃതിയെ ചൂഷണം ചെയ്യരുത് എന്ന് പറയും. അതുപോലെ വിരോധാഭാസങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാതെ സംസാരിക്കുന്നവരുടെ സൈഡിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഓവർ പോപ്പുലേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ റിസോഴ്സിനെ നമ്മൾ പരമാവധി ഉപയോഗിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ നിർത്താതെ പെയ്യുന്ന മഴ, ആ മഴ തീർച്ചയായിട്ടും നമ്മുടെ ലാൻഡിന് അല്ലെങ്കിൽ സോയിലിന് താങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്ന, റോക്കിന് താങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നതിന്റെ അപ്പുറമാകുമ്പോൾ അത് ബ്ലാസ്റ്റ് ആകുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ അവിടെ യാതൊരു തരത്തിലുള്ള ഖനനങ്ങളോ മറ്റുള്ള പരിപാടികളോ ഒന്നും നടക്കുന്ന ഒരു സ്ഥലമല്ല. ഇതിൽ നിന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ 18,400 സ്ക്വയർ കിലോമീറ്ററിലാണ് നമ്മുടെ ഒരു പ്ലെയിൻ ലാൻഡ് ആയിട്ട് നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് 4000 സ്ക്വയർ കിലോമീറ്റർ അത് സ്ലോപ്പിംഗ് ലാൻഡ് ആണ്, വളരെ സ്ലോപ്പ് ആയിട്ടുള്ള ലാൻഡ് ആണ്. നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ ദിസ് ഈസ് ദ ഹയർ ദാൻ ദ നാഷണൽ ആവറേജ് ഓഫ് ഇന്ത്യ വിച്ച് ഹാസ് പോപ്പുലേഷൻ ഡെൻസിറ്റി 460 പീപ്പിൾ പെർ സ്ക്വയർ കിലോമീറ്റർ എന്നുള്ള സാധനം നാഷണൽ ആവറേജിനെക്കാട്ടിലും വളരെ കൂടിയ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ തിങ്ങിക്കൂടി നമ്മുടെ ജീവിക്കുന്നത്. ഇതിനകത്ത് ലിമിറ്റഡ് ലാൻഡ് അവൈലബിലിറ്റി, നമുക്ക് ലാൻഡിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. കാരണം ഇത്രയും പേർക്കുള്ള ലാൻഡ് ഇല്ല. ഇപ്പം എന്റെ കാരണവന്മാർ കുറെ ഏക്കർ ഉണ്ടായിരുന്നെങ്കിൽ അത് അവരുടെ 2 തലമുറ കഴിയുമ്പോഴേക്കും അത് അവസാനം ചുരുങ്ങി വരുന്ന സമയത്ത് ഒരു 10 സെന്റ് 5 സെന്റിലേക്കൊക്കെ ആൾക്കാർ മാറും. അപ്പം നമ്മളിലേക്ക് തന്നെ ഉള്ള ആൾക്കാർ വാങ്ങിക്കൂട്ടുന്ന വസ്തുക്കൾ മറ്റുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ബാക്കിയുള്ള ഈ നമ്മുടെ സ്ഥലം നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഗവൺമെന്റ് കൊടുക്കുന്നത്, ഭൂദാനം കൊടുക്കുന്നത് ഇതുപോലെ മലമ്പ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പം അത് സീരിയസ്ലി അങ്ങനെ വരുന്ന സമയത്തും അതിനകത്ത് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഇതല്ലാതെ എവിടെ പോകും? നമ്മുടെ ഇല്ലാത്ത ലാൻഡ് എങ്ങനെ കൊടുക്കും? നമ്മളില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ എവിടെ പോയി താമസിക്കും? ഇതിനെല്ലാം പുറമെയാണ് നമ്മുടെ തലയ്ക്ക് മീതെ ഒരു വലിയൊരു ബോംബ് നിൽക്കുന്നത്. അത് മുല്ലപ്പെരിയാർ ഡാമാണ്. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. അതിനെക്കുറിച്ച് വലിയ വലിയ പ്രചാരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. മുല്ലപ്പെരിയാറിനെ കുറിച്ച് വലിയ വൻതോതിൽ ഇപ്പം കേരള ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും മച്ചാൻ കമ്പനി ആയിട്ടിരുന്നിട്ടും ഒരു പരിപാടി നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. അതല്ല, മുല്ലപ്പെരിയാർ ഇപ്പൊ സ്ട്രക്ചറലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മോഡിഫൈ ചെയ്തുകൊണ്ട് മുല്ലപ്പെരിയാർ ഭയങ്കര ദൃഢമാക്കിയിരിക്കുന്നു. മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം വേണ്ട, കാരണം നമ്മുടെ നാട്ടിലെ പാലം പണിഞ്ഞതുപോലെ ആയിപ്പോകും എന്ന് പറയുന്നു. സോ 50 വർഷത്തേക്ക് മാത്രം പഴക്കമുള്ള ഒരു ഡാം 100 വർഷം പിന്നിട്ടിട്ട് നിലനിൽക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു 1.5 കോടി ജനങ്ങൾ അത് ബാധിക്കുമെന്ന് പ്രത്യക്ഷത്തിൽ നേരിട്ട് ബാധിക്കുമെന്നുള്ള കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും അധികാരി വർഗം ഇതിന്റെ പിന്നിലും എവിടെയൊക്കെ കളിക്കുന്നു. അതിനെക്കുറിച്ച് വ്യക്തമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിലവിൽ ഈ ഒരു ലാൻഡ് സ്ലൈഡ് നടന്നതിന്റെ പൂർണ്ണമായ ഒരു കാരണം ഗ്രാവിറ്റിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നിർത്താതെ പെയ്ത മഴ തന്നെയാണ്. ഇത് കിട്ടിയ റിസോഴ്സസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുറെ അധികം ഇതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞ കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ പങ്കുവയ്ക്കാം. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്, ബൈ.